കേരളത്തിലെ ആരോഗ്യമേഖലയെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ ആശുപത്രികൾ എത്രയോ വിദേശികളുടെ സഹായങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ആശുപത്രികൾ ഇവിടെയുണ്ട്. നമുക്ക് എല്ലാ ആളുടെയും ആരോഗ്യം സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ ആശുപത്രികൾ ഉണ്ടാക്കാൻ പണമുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അതുകൊണ്ട് നമുക്കില്ല, പക്ഷെ ഉണ്ടാകണം. അതിലേക്ക് ഉയർന്നു വരണം നമ്മൾ. അതിനിപ്പോൾ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം. അതിനുള്ള നടപടികളാണ് ഈ ബഡ്ജറ്റിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതേതോ തെറ്റായ തരത്തിൽ വ്യാഖ്യാനിച്ച് വികസനങ്ങളെ തടസ്സപ്പെടുത്താനുള്ള നിലപാടിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം. ഈ ബഡ്ജറ്റിൽ പ്രധാനമായിട്ടും ഈ തുടക്കത്തിൽ ഉൾപ്പെടെ കുറെ രാഷ്ട്രീയ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതിപക്ഷം പറയുന്നത് ഈ ബഡ്ജറ്റിന്റെ വിശ്വാസ്യത ധനമന്ത്രി നഷ്ടപ്പെടുത്തി രാഷ്ട്രീയ ഈ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ബഡ്ജറ്റിനെ ഉപയോഗിച്ചു എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം പറയുന്നത്. ഞങ്ങളെല്ലാം രാഷ്ട്രീയക്കാരല്ലേ? അരാഷ്ട്രീയവാദികളാണോ? ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ലേ? കേരളത്തെക്കുറിച്ചൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലേ? പ്രതിപക്ഷത്തെ പോലെ അരാഷ്ട്രീയക്കാരല്ല ഞങ്ങൾ, രാഷ്ട്രീയക്കാരാണ്. ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും രാജ്യനന്മയുടെ ഭാഗങ്ങൾ കാണാം. ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ അംശങ്ങൾ കാണാം. തൊഴിലാളികളുടെ വേദനകൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പരിഹരിക്കാനുള്ള നിലപാട് കാണാം. അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. പട്ടിണി കിടക്കുന്ന തൊഴിലാളിക്ക് ആഹാരം കൊടുക്കാൻ, തൊഴിലാളിയെ രക്ഷിക്കാൻ, മനുഷ്യനെ രക്ഷിക്കാൻ, അടിമകളായി കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെ സംരക്ഷിക്കാൻ ഞങ്ങൾ സ്വീകരിക്കുന്ന പ്രവർത്തനം രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ അരാഷ്ട്രീയക്കാരല്ല, രാഷ്ട്രീയക്കാരാണ്. ശരിയായ രാഷ്ട്രീയ ധാരണയുള്ളവരാണ്. ആ ധാരണകൾ വെച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ നേതാക്കൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം അരാഷ്ട്രീയവാദികളാണെന്ന് ഇപ്പോഴെങ്കിലും പറഞ്ഞത് വളരെ വളരെ നന്ദി. ഈ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ സഹിക്കാൻ കഴിയാത്തവർ ഇങ്ങനെയൊക്കെ പറയും. അവരങ്ങനെ പറഞ്ഞ് ആശ്വസിക്കട്ടെ. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഇതിൽ 53% മാത്രമാണ് വിനിയോഗിച്ചത്. അപ്പൊ ഈ ഒരു സാമ്പത്തിക പ്രശ്നത്തിന്റെ ഘട്ടത്തിൽ ഈ പ്രഖ്യാപനങ്ങളിലൊക്കെ എങ്ങനെ പണം കണ്ടെത്തുമെന്നാണ് സർക്കാർ കാണുന്നത്? നിങ്ങൾ കാത്തിരിക്കൂ. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കഴിയുന്നതേ ഞങ്ങൾ പറയൂ. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ബഡ്ജറ്റിലൂടെ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരിക്കും, ഒരു സംശയവും വേണ്ട. ഇവിടെ ബഡ്ജറ്റിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ഇനി ബഡ്ജറ്റ് സംബന്ധിച്ചിട്ടുള്ള വിശദമായ ചർച്ച നടക്കുകയല്ലേ. ഇനി 12-ാം തീയതി വീണ്ടും നിയമസഭ ചേരും. ബഡ്ജറ്റിനെ കുറിച്ചാണ് വളരെ വിശദമായ ചർച്ച നടക്കുക. ആ ബഡ്ജറ്റിന്റെ ചർച്ച നടത്തുമ്പോൾ ഇനിയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാമല്ലോ. അത് സബ്ജക്ട് കമ്മിറ്റിക്ക് പോകും, അവിടെയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാമല്ലോ. ഇങ്ങനെ വിശദമായ കീറിമുറിച്ച് ചർച്ചയും പരിശോധനയും ജനക്ഷേമകരമായ കാഴ്ചപ്പാടുകളും വെച്ചുകൊണ്ട് നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുള്ള അവസരമുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു കേരളം, പുതിയ കേരളം, ഇവിടെ ജനിച്ചു വളർന്നിട്ടുള്ളത് പട്ടിണി കിടന്ന് മരിക്കാനും കഷ്ടപ്പെടാനുമല്ല. കേരളത്തിൽ ജനങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാനാണ് കേരളത്തിന്റെ മക്കൾ ആഗ്രഹിക്കുന്നത്. അവരുടെ ആഗ്രഹം സാക്ഷാത്കരിക്കലാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റാണിത്. ഇതിലൂടെ കേരളം വളരും, വികസിക്കും. ഈ സ്വകാര്യ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ സർവകലാശാലകളിൽ വിദേശത്തു നിന്നുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നയം കേന്ദ്ര സർവകലാശാല അന്തർദേശീയ നിലവാരത്തിലുള്ള സർവകലാശാലകൾക്ക് അംഗീകാരം കൊടുക്കണമെന്നാണ് കേന്ദ്ര നിയമമാണത്. ഇവിടെ തന്നെ ഇപ്പോൾ അത്തരത്തിൽ കേന്ദ്ര സർവകലാശാല പ്രവർത്തിക്കുന്നില്ലേ? അമൃതാനന്ദമയി ഡീംഡ് യൂണിവേഴ്സിറ്റിയല്ലേ? ഇവിടെ ഡീംഡ് യൂണിവേഴ്സിറ്റി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ലേ? കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നിഷേധിക്കാൻ ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെന്റിന് കഴിയോ? LDF-ന് അത് നിഷേധിക്കാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യക്ക് ബാധകമായിട്ടൊരു നിയമം പാസാക്കിയാൽ ആ നിയമത്തിനനുസരിച്ച് മാത്രമേ സംസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. ചിലത് വേണമെങ്കിൽ നമുക്ക് ശക്തമായി പ്രതിരോധിച്ച് പിടിച്ചു നിർത്താം. പക്ഷേ കോടതിയും നിയമവ്യവസ്ഥയെയും സമീപിച്ചാൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയുള്ള നിയമത്തിന്റെ അകത്ത് നിൽക്കേണ്ടി വരും. പോരെ? നിങ്ങൾക്ക് മതിയോ? ഞങ്ങൾ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ നല്ല നിലയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്ത് ഓരോ മണ്ഡലത്തിന്റെ ഈ സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ ഞങ്ങൾ മുന്നണിക്കകത്ത് വിശദമായി ചർച്ചയും പരിശോധനയും ചിന്തയും രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ 10-ാം തീയതി
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഓരോ പാർട്ടികളും അവരുടെ എല്ലാം കമ്മിറ്റികളും യോഗങ്ങൾ ചേരുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും ചേർന്ന് വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കും. ആ തീരുമാനം LDF വിശദമായി ചർച്ച ചെയ്ത് LDF ആ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. അന്ന് നിങ്ങളെ എല്ലാം ഞങ്ങൾ പ്രത്യേകിച്ച് വിളിക്കുകയും ചെയ്യും.